പല CPM MLA മാരുടെയും നേതാക്കന്മാരുടെയും ഭാര്യമാർ എത്ര സുരക്ഷിതമായി ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നു. തങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ എന്ത് വില കൊടുത്താണ് ഈ ഗവൺമെൻറ് സംരക്ഷിക്കുന്നത്. PM ശ്രീ പദ്ധതിയെ കുത്തിപ്പൊക്കി അവരുണ്ടാക്കിയ വിവാദം ഒരു കാര്യം പൊതുസമൂഹത്തിന് ബോധ്യമായി. കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒറ്റക്കെട്ടായി നേടിയ വിജയമാണ് ഇത് എന്ന് അദ്ദേഹം പറയുമെങ്കിലും VD സതീശൻ്റെ നേതൃത്വം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. VD സതീശൻ്റെ രാഷ്ട്രീയ 2025 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ എങ്ങനെ വിലയിരുത്തണം? ഇത് UDF തരംഗമാണോ അതോ ഭരണവിരുദ്ധ LDF വിരുദ്ധ തരംഗമാണോ? കൃത്യമായി നമ്മൾ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യം ഇതൊരു UDF തരംഗത്തിനേക്കാൾ ഉപരി ഇതൊരു ഭരണവിരുദ്ധ തരംഗം തന്നെയായിരുന്നു. എന്താണ് LDFന് സംഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ ആഴവും പരപ്പും നമുക്ക് ബോധ്യമാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കേഡർ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അടിത്തറ ഏതാണ്ട് തകർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. പാർട്ടിയെ താങ്ങി നിർത്തിയിരുന്ന ജനവിഭാഗങ്ങൾ ഏതാണ്ട് ആകമാനം CPMനെ കൈയൊഴിയുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നേടിയ വിജയം LDF നേടിയ ചുരുക്കം ചില വിജയങ്ങളെങ്കിലും അത് ഭരണത്തിൻ്റെ കരുത്തിൽ നേടിയ വിജയമാണ്. അത് ജനകീയ പിന്തുണയുടെ വിജയമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാർട്ടിയുടെ അടിത്തറ ദുർബലമാകാൻ പ്രധാനപ്പെട്ട കാരണം അഴിമതി തന്നെയാണ്. ഇന്ന് CPMൽ അഴിമതി നടത്തുന്ന നേതാക്കന്മാർ, അഴിമതി നടത്താൻ താല്പര്യമില്ലാത്ത നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഉറച്ചു നിന്ന് പാർട്ടി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ, ഇങ്ങനെ പല തട്ടിൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അഴിമതി നടത്തുന്നവരെ എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കും. പക്ഷേ അഴിമതി വിരുദ്ധ നിലപാടുള്ളവർ പലപ്പോഴും പല തട്ടുകളിലായിരിക്കും നിൽക്കുന്നത് എന്ന വ്യത്യാസമേ ഉള്ളൂ. CPMൻ്റെ എന്നത്തെയും ഒരു കരുത്ത് അധ്വാനവർഗവും അതുപോലെ തന്നെ മധ്യവർഗവുമായിരുന്നു. അധ്വാനവർഗം കേരളത്തിൽ തന്നെ ഇല്ലാതായി, ഏതാണ്ട് നാമാവിശേഷമായി കഴിഞ്ഞു. കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്നത് മധ്യവർഗമാണ്. കേരളത്തിലെ മധ്യവർഗം CPMനെ ഏതാണ്ട് കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. നഗരവാസികൾ, അത് മുനിസിപ്പൽ കോർപ്പറേഷനിലെയും തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിച്ചാൽ നഗരവാസികൾ CPMനെതിരെ ഏതാണ്ട് ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. നഗരവാസികളുടെ വോട്ട് വലിയൊരു വിഭാഗം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPMൻ്റെ എന്നും ശക്തി സ്രോതസ്സായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. ഏറ്റവും ശക്തമാണ് NGO യൂണിയൻ, അതുപോലെ തന്നെ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ. എത്രയോ കാലമായി DA കിട്ടിയിട്ട് അപൂർവമായി കിട്ടുന്ന ഒരു DA ആകട്ടെ കുടിശ്ശികയൊന്നുമില്ലാതെ കിട്ടുന്ന ഒരു DA. ശരിക്കും പറഞ്ഞാൽ അഴിമതിക്കാരല്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാർ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. അതുപോലെ തന്നെ പെൻഷൻകാരും, ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തിയ പെൻഷൻകാർക്ക് ന്യായമായി കിട്ടേണ്ട DA പോലും അവർ കൊടുക്കുന്നില്ല, അത് കുടിശ്ശികയാണ്. അങ്ങനെ പെൻഷൻകാർ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇത് 5-6 ലക്ഷത്തിലധികം പെൻഷൻകാർ തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ സർവീസിലിരിക്കുന്നവരും ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അങ്ങനെ അവരും അവരുടെ കുടുംബവും ഒന്നിച്ചു നിന്ന് ഇടതുപക്ഷത്തിനെ എതിർത്തു എന്നത് ഒരു വാസ്തവമാണ്. അതുകൊണ്ടാണ് നഗരപ്രദേശങ്ങളിലെ CPMൻ്റെ വോട്ട് കുറയാൻ കാരണങ്ങളിൽ ഒന്ന്. പിന്നെ മറ്റൊന്ന്, അവസാനം ഇലക്ഷൻ വന്നപ്പോൾ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ. അത് ഇലക്ഷൻ കണ്ടുകൊണ്ട് പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മതി. ആ ക്ഷേമ പദ്ധതികളൊന്നും പ്രതീക്ഷിച്ച ഗുണം ചെയ്തില്ല. എങ്കിലും പാർട്ടി പ്രവർത്തകരെ നേരിട്ട് വീട്ടിലെത്തി ചില പാവപ്പെട്ടവരുടെയൊക്കെ വോട്ട് വാങ്ങിക്കേണ്ട ഒരു പരിധിവരെ അത് ഉപയോഗപ്പെടുത്തിയതിനപ്പുറം ഒന്നും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പിലെ ശബരിമല വിവാദം കത്തിക്കാളി. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം യഥാർത്ഥത്തിൽ ഉയർത്തിക്കാട്ടിയത് UDF ആണ്, NDA അല്ല, അല്ലെങ്കിൽ BJP അല്ല. കാരണം ശബരിമല ഗുണം ചെയ്യുന്ന തങ്ങൾ കാണുന്ന UDFന് നന്നായിട്ടറിയാം. അതിൻ്റെ കാരണം ശബരിമല വിശ്വാസികൾ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അപ്രീതിയുള്ളവർ CPMനെ തോൽപ്പിക്കാൻ അവരുടെ ഏറ്റവും അടുത്ത പ്രതിയോഗിക്കാണ് വോട്ട് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട് UDFനാണ് വരുന്നത്. അതാണ് 2019 രണ്ടാം നവോത്ഥാനം നടന്നപ്പോൾ
കേരളത്തിലെ പിന്നെ ഹൈന്ദവർ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികളായ ഹൈന്ദവർ ഒന്നിച്ച് യു ഡി എഫിന് വോട്ട് ചെയ്തത്. കാരണം എൻ ഡി എക്ക് വോട്ട് ചെയ്താൽ അത് ഒരുപക്ഷെ സി പി എമ്മിന് ഗുണകരമായി ഭവിച്ചേക്കുമോ എന്ന ഭയന്നാണ് അങ്ങനെ ചെയ്തത്. ഇവിടെയും ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ജനങ്ങൾ യഥാർത്ഥത്തിൽ യു ഡി എഫിനാണ് വോട്ട് ചെയ്തത്, മറിച്ച് എൻ ഡി എക്കല്ല. എൻ ഡി എ അതൊരു വലിയ വിഷയമാക്കി എടുക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ശബരിമല കൊള്ള മറച്ചു വയ്ക്കാൻ കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടം വിവാദം വലിയ തോതിൽ യഥാർത്ഥത്തിൽ സി പി എമ്മിനെ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ ചർച്ച ചെയ്തത് രാഹുലിനെ പുറത്താക്കാൻ ശക്തമായ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അവർ പുറത്താക്കുകയും ചെയ്തു. ആദ്യം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ചെയ്യാവുന്നതെല്ലാം ഈ കാര്യത്തിൽ ചെയ്തു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ പീഡന കേസിൽ പ്രതിയായ ആളാണ് കൊല്ലം MLA മുകേഷിനെ സംരക്ഷിക്കുകയും അതേ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണം എന്ന് ബഹളമുണ്ടാക്കുകയും ചെയ്തപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള മലയാളിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം ശക്തമായി സി പി എമ്മിനെ തിരിച്ചടിച്ചു എന്നുള്ളതാണ് വാസ്തവം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദത്തിൻ്റെ പേരിൽ ഒരൊറ്റ വോട്ട് പോലും യു ഡി എഫിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, സി പി എമ്മിന് ഉത്തരം മുട്ടിയപ്പോൾ അത് ഒരു വലിയ പരിധിവരെ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ഭവിച്ചത്. അപ്പോൾ പീഡന കേസിൽ പ്രതിയായ പലരും സി പി എമ്മിൻ്റെ പല തലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അവരാരൊക്കെയാണ്, അവരെ ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നത്, ഇതൊക്കെ നല്ല പകല് പോലെ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം വ്യാജ പ്രചരണം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം യു ഡി എഫിന് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തു എന്നതാണ് വാസ്തവം. കാരണം ഒരു പീഡന കേസ് വന്നപ്പോൾ അതിനെ സി പി എം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നു, ഇന്ന് തുലനം ചെയ്തു നോക്കി തീരുമാനമെടുക്കുവാനുള്ള അവസരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം യഥാർത്ഥത്തിൽ ഉണ്ടാക്കി കൊടുത്തത്. അത് സി പി എമ്മിന് അപരിഹാര്യമായ നഷ്ടമാണ് ഉണ്ടാക്കിയത് എന്നാണ് യാഥാർത്ഥ്യം. ഇവിടെ പ്രധാനമായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരം, ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ടാകാൻ 4 കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് അഴിമതി തന്നെയാണ്. അടിമുടി അഴിമതി നിറഞ്ഞ ഒരു സർക്കാർ സംവിധാനം. എല്ലായിടത്തും അഴിമതി നിറഞ്ഞാടുകയാണ്. കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യവും സാധിക്കാൻ കഴിയാത്ത വിധത്തിൽ അടിമുടി നിറഞ്ഞു നിൽക്കുകയാണ്. വില്ലേജ് ഓഫീസർ മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള പല തലങ്ങളിലിരിക്കുന്നവരെ പല തരത്തിലുള്ള അഴിമതികളിൽ പ്രതിക്കൂട്ടിലാണ്. നമ്മുടെ ചീഫ് സെക്രട്ടറി പോലും മരം കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ, സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട കേസിൽ, അങ്ങനെ ഒരുപാട് കേസുകളിലെ പ്രതിയായിട്ട് നിൽക്കുന്ന ആളാണ് ചീഫ് സെക്രട്ടറി. അപ്പോൾ വില്ലേജ് ഓഫീസ് മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള ഓഫീസ് അഴിമതി നിറഞ്ഞതാണ്. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കെടുകാര്യസ്ഥതയാണ്. കാര്യമായ ഒരു ചലനം നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാകുന്നില്ല. പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തവർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കുക എന്ന് പറയുന്നത്, ന്യായമായ കാര്യം സാധിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അസാധ്യമാണ് കേരളത്തിൽ. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നീട് മൂന്നാമത്തെ കാര്യം സ്വജനപക്ഷപാതമാണ്. പല CPM MLA മാരുടെയും നേതാക്കന്മാരുടെയും ഭാര്യമാർ എത്ര സുരക്ഷിതമായി ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നു. തങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ എന്ത് വില കൊടുത്താണ് ഈ ഗവൺമെൻറ് സംരക്ഷിക്കുന്നത്. KM എബ്രഹാം, VP ജോയ് തുടങ്ങിയ വലിയ നിലയിലിരുന്ന ചീഫ് സെക്രട്ടറിയുടെ പദവിയിലിരിക്കുന്ന ആളുകൾക്കൊക്കെ അതേ പദവി കൊടുത്ത് റിറ്റൈൻ ചെയ്തിരിക്കുകയാണ്. എന്ത് പ്രയോജനമാണ് അതുകൊണ്ട് ഈ സംസ്ഥാനത്തിനുള്ളത്? VP ജോയിക്കോ അല്ലെങ്കിൽ KM എബ്രഹാമിനോ ഒരു മാസം കൊടുക്കുന്ന ശമ്പളം ഉണ്ടെങ്കിൽ 3-4 ലൈഫ് മിഷൻ പദ്ധതി അനുസരിച്ച് വീടുകൾ വെച്ച് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം. പിന്നെ അവസാനം 1.5 കോടി രൂപ മുടക്കി ഒരു വാഹനം മുഖ്യമന്ത്രി വാങ്ങിച്ചതോടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും ഒരു കാര്യം വ്യക്തമായി. ഇത് ധനത്തിൻ്റെ അപര്യാപ്തത കൊണ്ടല്ല DA കിട്ടാത്തത്, അത് കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ആളുകൾ, മന്ത്രിമാരാഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ കാര്യങ്ങൾ സുലഭമായി നടക്കുന്നുണ്ട്, സുഭിക്ഷമായി നടക്കുന്നുണ്ട്. അപ്പോൾ സ്വജനപക്ഷപാതം ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണമാണ്. ഇനിയും നാലാമത്തെ കാരണം ക്രമസമാധാന നിലയുടെ തകർച്ചയാണ്. ക്രമസമാധാന നില ഏതാണ്ട് പരിപൂർണമായി തകർന്നു കഴിഞ്ഞു. പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് പാർട്ടി നേതാക്കന്മാരായിട്ട് മാറി. പോലീസ് ഫോഴ്സിൽ തന്നെ പോലീസ് അസോസിയേഷന് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ പോലീസ് അസോസിയേഷൻ തമ്മിൽ തല്ലുക, പോലീസ് ഓഫീസർമാർ തമ്മിൽ തല്ലുക. കൈക്കൂലി വാങ്ങിക്കാത്ത പോലീസ് ഓഫീസർമാർ നിസ്സഹായരായിട്ട് നിശബ്ദരായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ക്രമസമാധാന നില ഏതാണ്ട് പൂർണ്ണമായി തകർന്നു. എരുതിയിലെ എണ്ണയൊഴിക്കുന്നത് പോലെയാണ് അവസാനം CPI LDFിൻ്റെ ഒരു ബാധ്യതയായിട്ട് തീർന്നത്.
PM ശ്രീ പദ്ധതിയെ കുത്തിപ്പൊക്കി അവരുണ്ടാക്കിയ വിവാദം ഒരു കാര്യം പൊതുസമൂഹത്തിന് ബോധ്യമായി, ഒരു സംശയമായി. അതായത് CPM-ഉം BJP-യും തമ്മിൽ എന്തോ ഒരു രഹസ്യ ബാന്ധവമുണ്ട്, ഒരു അന്തർധാര ഇവിടെ ഉണ്ട് എന്ന്. അത് ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സംശയമുണ്ടായിരുന്നത് ഉറപ്പിച്ചെടുക്കുന്നതിൽ വലിയൊരു പങ്ക് CPI വഹിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ വരച്ച വരയിൽ നിർത്താൻ ബിനോയ് വിശ്വം നടത്തിയ ശ്രമം വിജയം കണ്ടു, എന്തായാലും ശരി. പക്ഷേ അത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം CPM-ഉം അതുപോലെ തന്നെ BJP-യുമായി ഒരു രഹസ്യ ബാന്ധവത്തിൻ്റെ ഭാഗമാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്ന് CPI പറയാതെ പറഞ്ഞു. അത് വലിയൊരു പരിധിവരെ CPM-ന് തിരിച്ചടിയായി. CPM-ന് തിരിച്ചടിയായപ്പോൾ അത് സ്വാഭാവികമായി LDF-നെ ആകെപ്പാടെ ദുർബലപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവം. ഇനി UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ UDF-ൽ ഒരു കാര്യം സംശയലേശമന്യേ പറയാം. VD സതീശൻ്റെ തിളക്കമാർന്ന വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ PV അൻവറെ ഒപ്പം കൂട്ടാൻ തയ്യാറല്ല എന്ന് ധീരമായി പറഞ്ഞ ആളാണ് VD സതീശൻ. മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാർക്കും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് ഉറച്ചു തന്നെ വന്നു, അൻവറെ നമുക്ക് ആവശ്യമില്ല എന്ന്. അൻവർ ഇല്ലാതെ തന്നെ നിലമ്പൂരിൽ ജയിക്കാമെന്ന് സതീശൻ തെളിയിച്ചു. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ VD സതീശന് കഴിഞ്ഞു. അത്തരം ഒരു ധീരത കാണിക്കാൻ അപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിണറായി വിജയനും കഴിഞ്ഞില്ല, ഗോവിന്ദൻ മാസ്റ്റർക്കും കഴിഞ്ഞില്ല, CPM പാർട്ടി മറ്റ് നേതാക്കന്മാർക്കാർക്കും കഴിഞ്ഞില്ല. അതേസമയം VD സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പലരെയും അവരുടെ ചുമതലകളെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ, പരമാവധി തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകാൻ VD സതീശന് കഴിഞ്ഞു. കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒറ്റക്കെട്ടായി നേടിയ വിജയമാണ് ഇത് എന്ന് അദ്ദേഹം പറയുമെങ്കിലും VD സതീശൻ്റെ നേതൃത്വം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. VD സതീശൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു തിളക്കമാർന്ന വിജയം തന്നെയാണ് UDF നേടിയ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഒറ്റക്കെട്ടായിട്ട് UDF-നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തീർച്ചയായിട്ടും VD സതീശന് കഴിഞ്ഞു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സണ്ണി ജോസഫ് പൊതുവെ നിശബ്ദനാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം യഥാർത്ഥത്തിൽ കൈയാളിയിരുന്നത് VD സതീശൻ തന്നെയാണ്. UDF-നെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആലപ്പുഴ ജില്ലയിൽ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം ജയിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കൈനകരി പഞ്ചായത്ത്. കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് കൈനകരി പഞ്ചായത്ത്. കുട്ടനാട്ടിലെ കുറേ കാലമായി നിലനിന്നിരുന്ന ആശ്വാസത്തിൻ്റെയും അസ്വസ്ഥതയുടെയും അതുപോലെ തന്നെ CPM-ലെ സമ്പന്നന്മാരായ CPM നേതാക്കന്മാർക്ക്, കോടീശ്വരന്മാരായ CPM നേതാക്കന്മാർക്കെതിരെ പാവപ്പെട്ട സഖാക്കൾ നടത്തിയ കലാപമായിരുന്നു കുട്ടനാട് മേഖലയിൽ കാണാൻ കഴിഞ്ഞത്. ആലപ്പുഴയിലെ വലിയ ബംഗ്ലാവുകളിലിരുന്ന് പാർട്ടി ഭരണം നടത്തുന്ന അധ്വാനവർഗത്തിൻ്റെ നേതാക്കന്മാർക്കെതിരെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി നടത്തിയ സമരത്തിൻ്റെ റിസൾട്ടാണ് കൈനകരിയിലെ UDF നേടിയ വിജയം. അത് നമുക്ക് മറന്നിട്ട് കാര്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, UDF-ലെ ഘടകകക്ഷികളെക്കുറിച്ച് നോക്കിയാൽ UDF ഘടകകക്ഷികളിലെ ഏറ്റവും ശക്തമായിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്. കാരണം ഇടുക്കി, കോട്ടയം ജില്ലകളിലെ UDF-ൻ്റെ സ്ഥാനാർത്ഥികൾ നേടിയ തിളക്കമാർന്ന വിജയം വലിയ നേട്ടമാണ് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. മാണി സാറിൻ്റെ സ്വന്തം മണ്ഡലമായ, ജന്മസ്ഥലമായ പാലായിൽ തന്നെ പാലാ മുനിസിപ്പാലിറ്റി ആരെങ്കിലും സ്വതന്ത്രന്മാർ പിന്താങ്ങിയാൽ മാത്രമേ ആർക്കെങ്കിലും ഭരിക്കാൻ കഴിയൂ എന്ന സ്ഥിതിയിലായി. തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ്റെ റിസൾട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ UDF-ലെ ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം, നല്ല വിജയം കൈവരിക്കുവാനുള്ള ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ചിത്രം ഇപ്പോഴൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ജോസഫ് ഗ്രൂപ്പിനെ ഒരു പരിധിവരെ ശാക്തീകരിക്കാൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നടന്ന ഈ മുന്നേറ്റം RSPക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. കൊല്ലം കോർപ്പറേഷനിലും കോർപ്പറേഷനുടെ സമീപത്തുള്ള പഞ്ചായത്തുകളിലും ഒക്കെ UDF നേടിയ വിജയം. കുറച്ചു കാലമായിട്ട് 10 വർഷമായിട്ട് RSPക്ക് കേരള നിയമസഭയിൽ ഒരു അംഗം പോലും ഇല്ല. അവർക്ക് തിരിച്ചുവരവ് നടത്താനുള്ളൊരു ചെറിയ സാധ്യത ഈ തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷനിലെ LDF-ൻ്റെ ആധിപത്യം അവസാനിച്ചത് ഒരു പരിധിവരെയെങ്കിലും RSPയെ ഒരു പക്ഷേ സഹായിച്ചേക്കാം.
ഇനി എൻ ഡി എയുടെ കാര്യം എടുത്താൽ ഇതിലേറ്റവും വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ബി ജെ പി തന്നെയാണ്. എൽ ഡി എഫ് എന്നും യു ഡി എഫ് എന്നും നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ എത്രയോ ഘടകകക്ഷികളാണ് അവരോടൊപ്പം ഉള്ളത്. കോൺഗ്രസ് വലിയൊരു ബഹുജന പാർട്ടിയാണ്. പക്ഷേ കേരള കോൺഗ്രസ്, ആർ എസ് പി തൊട്ട് ഒരുപാട് പാർട്ടികൾ അവരോടൊപ്പം ഉണ്ട്, ചെറുതും വലുതുമായ പാർട്ടികൾ. എൽ ഡി എഫും അത് തന്നെയാണ്. സി പി ഐ അടക്കം ചെറുതും വലുതുമായ പാർട്ടികൾ എൽ ഡി എഫിനൊപ്പം ഉണ്ട്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ശക്തി സ്രോതസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. അപ്പം യു ഡി എഫും എൻ ഡി എയും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ, അതല്ലെങ്കിൽ എൽ ഡി എഫും എൻ ഡി എയും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ, എൻ ഡി എയിൽ ഒരു കക്ഷിയേ ഉള്ളൂ, അത് ബി ജെ പി ആണ്. കൂടെയുള്ള ബി ഡി ജെ എസ് എന്ന് പറഞ്ഞാൽ ഒരു നാമമാത്രമായ സാന്നിധ്യം മാത്രമാണ്. അപ്പം ശരിക്കു പറഞ്ഞാൽ ബി ജെ പി ഒറ്റയ്ക്ക് നിന്നാണ് എൽ ഡി എഫ് എന്നും യു ഡി എഫ് എന്നും രണ്ട് ഭീമന്മാരെ പരാജയപ്പെടുത്തി ശക്തമായൊരു എൻട്രി ഈ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് നേടിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത 9 താമരകൾ ഒന്നിച്ച് തിരുവനന്തപുരത്ത് വിരിഞ്ഞു എന്നുള്ളതാണ്. അതൊരു നിസ്സാര കാര്യമല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിസ്സാരമായ കാര്യമല്ല. കാരണം ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സർവ്വശക്തിയും അവിടെ പ്രയോഗിച്ചു നോക്കി. അവർ നില മെച്ചപ്പെടുത്തി 10-ൽ നിന്നും 19 ആക്കി. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ അവർ കഴിഞ്ഞില്ല. എൽ ഡി എഫ് ഏതാണ്ട് തോറ്റമ്പുന്ന സ്ഥിതിയിലായി, പരിപൂർണമായി പരാജയപ്പെട്ടു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഏറ്റവും നന്നായിട്ട് കുറച്ചുകൂടെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ, ഏറ്റവും കൂടുതൽ ഭംഗിയായി നന്നായിട്ട് കേഡർ വർക്ക് ചെയ്ത് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ 3-4 സീറ്റ് കൂടി ഒരു പക്ഷേ ബി ജെ പിക്ക് നേടാൻ കഴിയുമായിരുന്നു. കാരണം 85-ൽ താഴെ വോട്ട് കിട്ടി ജയിച്ച എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ 3 പേരുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഒക്കെ ബി ജെ പിക്ക് വിജയം കൈവരിക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും ശരി, 50 സീറ്റ് നേടി അവരത് ഉറപ്പിച്ചെടുത്തിരിക്കുന്നു. അവരുടെ കയ്യിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിയുടെ കയ്യിലെത്തിയാൽ അത് സി പി എമ്മിന് നൽകുന്ന ഒരു ദുസൂചനയുണ്ട്. അതായത് 33 വർഷത്തെ ബംഗാളിലെ ഭരണം അവസാനിപ്പിക്കുന്നതിൻ്റെ ആദ്യ സൂചന വന്നത് കൽക്കട്ട കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ്. കൽക്കട്ട കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് സി പി എമ്മിനെ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത്. അവിടെ നിന്നാണ് തൃണമൂലിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ബംഗാൾ കേരളത്തിൽ ആവർത്തിക്കുകയാണെങ്കിൽ കൽക്കട്ട കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് ഒരു പാഠമാണ്. അതിന് ഒരു തുടക്കം കുറിക്കാൻ, അതൊരു നിമിത്തമാകാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ തീർച്ചയായിട്ടും ബി ജെ പിക്ക് കഴിയും. മാതൃകാപരമായ ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. 26-ൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെയധികം അതിനെ ജനങ്ങളെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുള്ള കാര്യമല്ല. പിന്നീട് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നോക്കാൻ കഴിഞ്ഞാൽ, ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 2020-ലെ 2 ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരുന്നിടത്തു നിന്ന് 26 ഗ്രാമപഞ്ചായത്തിലേക്ക് ഒറ്റയ്ക്ക് ബി ജെ പിക്ക് വളരാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ എൻ ഡി എ കൊച്ചു കക്ഷികളുണ്ട് എന്ന് കൂട്ടിയാൽ പറ്റും, വളരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിസ്സാരമായൊരു കാര്യമല്ല. 2 മുനിസിപ്പൽ കോർപ്പറേഷനിൽ തൃപ്പൂണിത്തുറയിലും പാലക്കാടും അവർക്ക് തൃപ്പൂണിത്തുറ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. പാലക്കാട് എന്തായാലും ശരി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് അവർക്ക് മാറാനും കഴിഞ്ഞു. ഇവിടെ ബി ജെ പി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് അവർക്ക് പന്തളം നഷ്ടപ്പെട്ടു പോയത്? പന്തളം മുനിസിപ്പൽ കോർപ്പറേഷൻ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് പ്രാദേശിക നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ്. പാലക്കാട് മുനിസിപ്പൽ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടതിൻ്റെ കാരണം അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ്. പാലക്കാട് ചില ദുസൂചനകൾ നൽകുന്നതായിരുന്നു പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ ബി ജെ പിയുടെ മുകളിലിരുന്ന് അതിനെ നയിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ശരി ബി ജെ പിയെ പൂർണ്ണമായ തകർച്ചയിലേക്ക് എത്തിക്കുള്ളൂ. ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത, ജനങ്ങൾ വെറുക്കുന്നവരെ പാർട്ടിയിലെ ഉന്നതന്മാരുടെ സ്നേഹവാത്സല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിന് നിർത്തിയാൽ തോറ്റു തുന്നം പാടും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പന്തളവും അതുപോലെ തന്നെ പാലക്കാടും. ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന ചില ബി ജെ പി നേതാക്കന്മാരെ കുറിച്ച് ബി ജെ പിക്കാർ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരെ വിളിച്ചാൽ ഫോണിൽ വിളിച്ചവർ ഫോൺ എടുക്കുകയില്ല, എത്ര നേരം ബെല്ലടിച്ചാലും ഫോൺ എടുക്കില്ല. പിന്നെ എന്തിനാണ് ഇവർ മൊബൈൽ ഫോൺ കൈവശം വെച്ചിട്ടിരിക്കുന്നത്? അപ്പോൾ ഫോൺ എടുക്കാത്ത ചില നേതാക്കന്മാർ എന്തായാലും ശരി ഈ കുറി തോറ്റു, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഈ കുറി തോറ്റുപോയി. അതിൽ യു ഡി എഫിലും എൽ ഡി എഫിലും ബി ജെ പിയിലും ഉണ്ടെങ്കിലും ബി ജെ പിയിലെ ചില നേതാക്കന്മാരെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഫോൺ എടുക്കാത്ത നേതാക്കന്മാർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ഫോണും കൊണ്ട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇറങ്ങണ്ട, പാർട്ടി പ്രവർത്തനത്തിന് പോകുന്നതായിരിക്കും മെച്ചം. അതല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്കും പാർട്ടിക്കും ബാധ്യതയായിട്ട് മാറും എന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നുള്ളൂ. കൂടുതൽ പറയാനുണ്ട്, പക്ഷേ അത്
പറയുന്നില്ല. പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വലിയ നേട്ടം, കൊല്ലം കോർപ്പറേഷൻ, ഞാൻ താമസിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ തന്നെ 12 സീറ്റ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു. കൊല്ലത്തെ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ പിന്തുണ ഇല്ലെങ്കിൽ യു ഡി എഫിനോ എൽ ഡി എഫിനോ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കൊല്ലം കോർപ്പറേഷനേക്കുള്ള നടന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു. നല്ല അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വളരെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. 12 സീറ്റ് കൊല്ലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തകയായിരുന്ന കൊല്ലം കോർപ്പറേഷനിലെ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു സൂചനയാണ്. ഇന്നല്ലെങ്കിൽ നാളെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് കൊല്ലം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജ്ജം നൽകുന്നതാണ്. മറ്റൊന്ന് കോഴിക്കോടാണ്. കോഴിക്കോട് 13 സീറ്റാണ് അവർക്ക് കിട്ടിയത്. ശക്തമായ എൽ ഡി എഫ് വികാരം ഏറ്റവും അധികം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞത് കോഴിക്കോട് കോർപ്പറേഷനിലാണ്. കോഴിക്കോട് കോർപ്പറേഷൻ 13 സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് കോർപ്പറേഷൻ്റെ നിയന്ത്രണം ആര് കോർപ്പറേഷൻ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് കരുത്ത് കൂട്ടാൻ കോഴിക്കോട് ബി ജെ പിക്ക് കഴിഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെയും ബി ജെ പി സ്ഥാനാർത്ഥികൾ വളരെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളായിരുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയവുമായിട്ട് നോക്കുമ്പോൾ ഈ പ്രാവശ്യം ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥികൾ, അത് ട്രിവാൻഡ്രം കോർപ്പറേഷനും കൊല്ലം കോർപ്പറേഷനും കോഴിക്കോട് കോർപ്പറേഷൻ അടക്കമുള്ള കോർപ്പറേഷനിലേക്കായാലും ശരി, ഗ്രാമപഞ്ചായത്തുകളിലേക്കായാലും ശരി, മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ചില സൂചനകൾ തീർച്ചയായിട്ടും പറയാനുണ്ട്. പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്ന അകത്തേത്തറ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞതൊരു നിസ്സാര വിജയമല്ല. നാളെ വരാൻ പോകുന്ന വലിയ വിജയത്തിൻ്റെ സൂചനയാണ്. ഈ അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് 2 സീറ്റും യു ഡി എഫിന് 1 സീറ്റും ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് 10 സീറ്റുമായിട്ടാണ് വിജയം നേടിയത്. അതൊരു വലിയ വിജയമാണ്. പാലക്കാട് ജില്ലയിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായ പാലക്കാട് ജില്ലയിൽ അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് പോലൊരു ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുക്കാനുള്ള ശേഷി ബി ജെ പിക്ക് ആർജിക്കാൻ കഴിഞ്ഞാൽ നാളെ പാലക്കാട് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അവർ കഴിയും. മറ്റൊരു കാര്യം, തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 9 കൗൺസിലർമാരുമായി ബി ജെ പി പ്രതിപക്ഷത്തായി, വെറും 3 പേരുമായിട്ട് എൽ ഡി എഫ് അപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ തൊടുപുഴയിലും സ്വാധീനം ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തും ബി ജെ പി പിടിച്ചു. മുനമ്പത്ത് വലിയ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായ മുനമ്പത്ത് ബി ജെ പി ജയിച്ചു. ആ മുനമ്പത്ത് ബി ജെ പിയുടെ ജയത്തിന് മറ്റൊരു ഭംഗിയുള്ളത്, മുനമ്പത്ത് പള്ളിയിലെ പുരോഹിതൻ ബി ജെ പിക്ക് എതിരായിരുന്നു. അദ്ദേഹം ബി ജെ പിക്ക് എതിരായിട്ടാണ് പരസ്യമായ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ മുനമ്പത്തെ ജനങ്ങൾ ബി ജെ പിക്കാണ് വോട്ട് കൊടുത്തത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, പള്ളിക്കാരൻ്റെ പുറയിലും പട്ടക്കാരൻ്റെ പുറയും പോകുന്നതിനകത്ത് ഒരർത്ഥമില്ല. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വെച്ച വികസന അജണ്ടയുമായി മുന്നോട്ട് പോയാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും. അതിനൊരു തർക്കവുമില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ തൊടുപുഴയിൽ നേടിയ വിജയം, പൂഞ്ഞാർ തെക്കേക്കരയിൽ നേടിയ വിജയം, അതുപോലെ തന്നെ മുനമ്പത്ത് നേടിയ വിജയം. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ചെല്ലാനും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനും പകരം വെറുതെ അച്ഛന്മാരെയും മെത്രാന്മാരെയും കണ്ട് സമയം കളയാതിരിക്കുന്നതായിരിക്കും ബി ജെ പി നേതാക്കന്മാർക്ക് അഭികാമ്യമായിട്ടുള്ളത്. ഞാനിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, ശ്രീ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ഒരാൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു, വോട്ട് ചെയ്യാൻ പോയില്ല എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, കാര്യം എന്താണ് വോട്ട് ചെയ്യാൻ പോകാഞ്ഞത് എന്ന് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് വളരെ രസമായിട്ട് തോന്നി. ഈ കുമ്മനം രാജശേഖരൻ പോയി ഒരിക്കലും ഒരു പ്രയോജനം ചെയ്യാത്ത ക്ലിമ്മീസ് തിരുമേനിയുടെ കാലെ തൊട്ട് തൊഴുതു ആ നിമിഷം തീരുമാനിച്ചു ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന്. ഇതൊരു പാഠമാണ്. ആ മനുഷ്യൻ പറഞ്ഞൊരു പാഠമാണ്. ആവശ്യമില്ലാത്ത സമുദായ നേതാക്കന്മാരെ കാണാൻ പെരുന്നയിലും അതുപോലെ തന്നെ കണിച്ചുകുളങ്ങരയും ബിഷപ്പുമാരുടെ പാലസുകളും കയറി ഇറങ്ങി നിരങ്ങാതെ രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വെച്ച വികസന അജണ്ടയുമായി കേരളത്തിലെ ജനങ്ങളെ സമീപിച്ചാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് കേരളത്തിൽ നല്ലൊരു ഭാവിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നീട് തിരുവനന്തപുരത്ത് നേടിയ വിജയം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽപ്പെട്ട 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ തീർച്ചയായിട്ടും ജയിച്ചു വരാൻ കഴിയും. ഈ
സാധ്യത BJP നന്നായി പ്രയോജനപ്പെടുത്തിയാൽ ഈ മൂന്നാമത്തെ ഒരു മുന്നണിക്ക് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന വിധത്തിൽ മാറാൻ കഴിയും. LDFും UDFുമായി ധ്രുവീകരിക്കപ്പെട്ട കേരള രാഷ്ട്രീയത്തിലേക്ക് അതിശക്തമായൊരു കടന്നുവരവാണ് BJP നടത്തിയിരിക്കുന്നത്. ഒരു സംശയവുമില്ല, 2026 തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ മേൽക്കൈ നേടിക്കൊടുക്കാൻ BJPക്ക് കഴിയും. ഒരുപക്ഷെ കേരളത്തിലൊരു ഹാങ് അസംബ്ലി തന്നെ സൃഷ്ടിക്കാൻ BJP ശക്തമായി മത്സര രംഗത്ത് നിന്നാൽ BJPക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിൽ നിന്നും പാഠം പഠിക്കാനാണ് സത്യത്തിന് BJP നേതാക്കന്മാർ തയ്യാറാകേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.